നമസ്കാരം. ലെബനനിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിട്ട് ഒരാഴ്ചയാകുന്നു. കരയാക്രമണം ഇസ്രായേലിന് കീറാമുട്ടിയായി മാറിയെന്ന റിപ്പോർട്ടുകളാണ് അതിനിടെ പുറത്തുവരുന്നത്. ആക്രമണവുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പെടാപ്പാടുപെടുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ മുന്നേറ്റം തടയുന്നതിനായി ഹിസ്ബുള്ള ഹിഡൻ ഇംപ്രൊവൈസ്ഡ് ബോംബുകൾ ഉപയോഗിക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ലെബനനിൽ ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി. ലെബനനിൽ ഇസ്രായേൽ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് യുദ്ധനിരീക്ഷകരും സമ്മതിക്കുന്നുണ്ട്. കരയാക്രമണം തുടങ്ങി ഒരാഴ്ചയായിട്ടും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ലെബനന്റെ സവിശേഷ ഭൂപ്രകൃതിയാണ് ഇസ്രായേലിനെ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് ഒരു ഇസ്രായേലി മിലിറ്ററി കറസ്പോണ്ടന്റ് വ്യക്തമാക്കിയത്. ലെബനന്റെ കുന്നുകളും പരുക്കൻ ഭൂപ്രകൃതിയുമാണ് ഇസ്രായേലിന് തിരിച്ചടിയായി നിൽക്കുന്നതെന്നും കറസ്പോണ്ടന്റ് അവകാശപ്പെടുന്നു. അതിനിടെ ലെബനനിലും ഗസയിലും ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമാക്കി. ദിവസങ്ങൾക്കിടെ മരണം 2000 കവിഞ്ഞ് ലെബനനിലുടനീളം ശനിയാഴ്ച വ്യാപക ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്തത്. ബെയ്റൂട്ടിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന കുടിയൊഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്തതായി അഭയാർത്ഥികൾക്കായുള്ള UN ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡി എക്സിൽ കുറിച്ചു. ലെബനനിൽ 2000 പേർ കൊല്ലപ്പെട്ടതിൽ 127 കുട്ടികളും 261 സ്ത്രീകളുമാണെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതാദ്യമായി വടക്കൻ ലെബനനിലെ ട്രിപ്പളി നഗരത്തിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ട്രിപ്പളിയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെയായിരുന്നു ആക്രമണം. ദക്ഷിണ ലെബനാനിലെ മസ്ജിദിന് നേരെയും സലാഹ് ഗർദൂർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി. തെക്കൻ ലെബനനിൽ 4 ആശുപത്രികൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അതിനിടെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ എന്ന പേരിൽ യമനിൽ 15 കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പങ്കാളിത്തം കൂടുതൽ സജീവമാക്കുന്നുവെന്ന സൂചനയായി സന, ഹുദൈദ, ദമാർ എന്നിവിടങ്ങളിലായിരുന്നു അമേരിക്ക നേരിട്ട് ബോംബ് വർഷിച്ചത്. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ബോംബ് വർഷത്തിന് മറുപടിയായി അമേരിക്കയുടെ ഏകോപനത്തോടെ ഇസ്രായേൽ തിരിച്ചടി ഉടനുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനായി US സെൻട്രൽ കമാൻഡ് മേധാവി ഇസ്രായേലിലേക്ക് തിരിച്ചിട്ടുണ്ട്. ലെബനനിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യം സഞ്ചരിച്ച വഴിയിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ച് 20 പേരെയെങ്കിലും കൊലപ്പെടുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും 15 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ശനിയാഴ്ച സിറിയ സന്ദർശിച്ച് മേഖലയിലെ സംഭവ വികാസങ്ങൾ ഉന്നതരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച അദ്ദേഹം ലെബനനിൽ എത്തിയിരുന്നു. 10 ടൺ ഭക്ഷ്യവസ്തുക്കളും മരുന്നും അടിയന്തര സഹായമായി ലെബനനിൽ എത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അതിനിടെ ഗസയിൽ 24 മണിക്കൂറിനിടെ 12 പലസ്തീനികൾ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 6 പേർ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലും 5 പേർ ബൈത്ത് ഹാനൂനിലും ഒരാൾ ദൈർ അൽ ബലാഹിലുമാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഗസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 41,825 ഉയർന്നു. 96,910 പേർക്ക് പരിക്കുമേറ്റു. ഗസയിലെ നുസൈറാത്ത്, ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകളിലെ 11 ബ്ലോക്കുകളിൽ നിന്ന് ആളുകളോട് അടിയന്തരമായി ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. എന്നാൽ പോകാൻ ഇടമില്ലാത്ത നിസ്സഹായ അവസ്ഥയിലാണ് അഭയാർത്ഥികൾ.